കേരളക്കര 8 വർഷത്തോളം കാത്തിരുന്ന നടിയെ ആക്രമിച്ച കേസിലെ വിധി വന്നപ്പോൾ ആദ്യത്തെ 6, അതായത് 10 പ്രതികളിൽ ആദ്യത്തെ 6 പേർക്ക് 20 വർഷം കഠിന തടവും 50,000 രൂപ വീതം പിഴയുമാണ് വിധിച്ചിരുന്നത് കോടതി. പക്ഷേ പിന്നീട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് വിവാദങ്ങളും വിമർശനങ്ങളും ഉയർന്നു വന്നിരുന്നു. ഈ ഒരു വിഷയവുമായി നമ്മളോടൊപ്പം ചർച്ചയ്ക്ക് എത്തിയിരിക്കുന്നത് അഡ്വക്കേറ്റ് ശ്രീജിത്ത് പെരുമനിയാണ്. നമസ്കാരം വക്കീലെ. പ്രതികൾക്ക്, അതായത് 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക് 20 വർഷം കഠിന തടവ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് എത്ര വർഷം, ഈ ഒരു 8 വർഷ കാലയളവിനുള്ളിൽ എത്ര നാൾ ജയിലിൽ കിടന്നോ അത് കുറയുകയും ചെയ്യുമെന്നാണ് പറയുന്നത്. ഈ 20 വർഷം കഠിന തടവ് എന്ന് പറയുമ്പോൾ അത് ഈ ഇത്രയും വലിയൊരു കേസിൽ വളരെ കുറഞ്ഞ ഒരു ശിക്ഷയായി പോയില്ലേ? നോക്കൂ, പൊതുബോധം അങ്ങനെ ആ തരത്തിൽ സൃഷ്ടിച്ചെടുത്തിട്ടുള്ളതാണ്. നിയമവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബാലപാഠങ്ങൾ അറിയുന്ന ആർക്കും, അല്ലെങ്കിൽ ഒരു റൂൾ ഓഫ് ലോ, നിയമവാഴ്ചയെക്കുറിച്ച് ചിന്തിക്കുകയോ അറിയുകയോ പറയുകയോ ഒക്കെ ചെയ്യുന്ന ആളുകൾ ജനാധിപത്യത്തിൽ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു വിധി എന്ന് തന്നെയാണ് ഇതിനെ കാണേണ്ടത്. നോക്കൂ, ഇവിടെ ഇങ്ങനെയൊരു കേസിൽ എന്ന് പറയുമ്പോൾ ഇവിടെ ഏറ്റവും ഹീനമായിട്ടുള്ള കുറ്റകൃത്യം തന്നെയാണ് റേപ്പ്. അതൊരു ബോഡി ഹാം മാത്രമല്ല, അതിനപ്പുറത്തേക്ക് ഒരു സമൂഹത്തിനെതിരായിട്ടുള്ളതാണെന്നൊക്കെ സുപ്രീം കോടതിയും ഒക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്കും അതറിയാം എത്ര തരത്തിൽ ഒരു ഫിസിക്കലായിട്ടുള്ളതും മെന്റൽ ആയിട്ടുള്ളതുമായിട്ടുള്ള ട്രോമകളിലൂടെ ഇവർ കടന്നു പോകേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട് ഈ ഒരു റേപ്പിന് ഇരയായ ശേഷം എന്നുള്ളത്. അപ്പം ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു ഭാഗത്ത് വച്ചു കഴിഞ്ഞാൽ മറ്റൊരു ഭാഗത്ത് താൻ ബലാത്സംഗം ചെയ്യപ്പെട്ടു അല്ലെങ്കിൽ തന്നെ ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കണ്ണിൽ കണ്ട ആളുകളെയൊക്കെ പിടിച്ച് ശിക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു നിയമമില്ലല്ലോ. ദർ ഈസ് ഡ്യൂ പ്രോസസ് ഓഫ് ലോ. നമുക്കൊരു സെറ്റിൽഡ് പ്രൊസീജിയർ കോഡുണ്ട്. ആ പ്രൊസീജിയറിലൂടെ പോകാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഫെയർ ട്രയൽ ഉണ്ട്. അതിൽ ലെറ്റ് ദ അതർ സൈഡ് ബി ഹിയർഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡോക്ട്രിനും പ്രിൻസിപ്പിളും ഉണ്ട്. അതായത് മറ്റുള്ളവരുടെ ഭാഗം കൂടെ, പ്രതികളുടെ ഭാഗം കൂടെ കേൾക്കണം എന്നുണ്ട്. ഇങ്ങനെയൊക്കെ കേട്ട് 8 വർഷവും 9 മാസവും ഏകദേശം 25ഓളം ദിവസങ്ങളും എടുത്തിട്ടാണ് ഈ വിധി ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിൽ 1714 പേജിൽ കാര്യകാരണങ്ങൾ സഹിതം വളരെ കൃത്യമായിട്ട് കോടതി പറയുന്നുണ്ട് എന്തുകൊണ്ട് താൻ ഇത്തരത്തിലുള്ള ഒരു കൺക്ലൂഷനിലേക്ക് വന്നു, എന്തുകൊണ്ട് ഈ ഒരു ക്വാണ്ടം ഓഫ് പണിഷ്മെന്റ് ഇത്ര 20 വർഷം എന്നുള്ള ഒരു കാര്യത്തിലേക്ക് താൻ എത്തിയെന്ന് കൃത്യമായിട്ട് അതിൽ പറയുന്നുണ്ട്. സ്വാഭാവികമായിട്ടും തെളിഞ്ഞത് എന്തൊക്കെയാണെന്നുള്ള സ്വാഭാവികമായിട്ടുള്ള ഒരു ചോദ്യമുണ്ട്. അതും മാധ്യമങ്ങൾ, ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ പുറത്തുവിടുന്ന അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന ഒരു പുകമറയാണ്. അതായത് ഇവിടെ ഗൂഢാലോചന തെളിഞ്ഞിട്ടുണ്ട്, 120B IPC തെളിഞ്ഞിട്ടുണ്ട്, ക്രിമിനൽ കോൺസ്പിറസി, കൂട്ട ബലാത്സംഗം തെളിഞ്ഞിട്ടുണ്ട്, 376D തെളിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ 366 അതായത് റോങ്ഫുൾ കൺഫൈൻമെന്റ്, തട്ടിക്കൊണ്ടുപോകൽ ഒക്കെ തെളിഞ്ഞിട്ടുണ്ട്. 66E തെളിഞ്ഞിട്ടുണ്ട്, നഗ്നദൃശ്യങ്ങൾ പകർത്തുക എന്നുള്ളത്. 67 തെളിഞ്ഞിട്ടുണ്ട്, 342 തെളിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ് വകുപ്പുകൾ ഉൾപ്പെടെ 354 തെളിഞ്ഞിട്ടുണ്ട്, 354D തെളിഞ്ഞിട്ടുണ്ട്. അപ്പം ഇതില് ആക്ച്വലി കോടതി കൊടുത്തിട്ടുള്ള പണിഷ്മെന്റ് എന്ന് പറയുന്നത് 376D കൂട്ട ബലാത്സംഗത്തിന് മിനിമം 20 വർഷം കൊടുക്കണം എന്നുള്ളതാണ് സ്റ്റാറ്റ്യൂട്ടിൽ പറയുന്നത്, നിയമത്തിൽ പറയുന്നത്. മാക്സിമം ലൈഫ് ഇംപ്രിസൺമെന്റ് വരെ, അതായത് ജീവിതകാലം മുഴുവൻ ജയിലിൽ നിന്നുള്ള ജീവപര്യന്തം വരെ കൊടുക്കാം എന്നുള്ളതാണ്. ദാറ്റ് ഈസ് അപ് ടു ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി ട്രയൽ ജഡ്ജ്, ട്രയൽ കോർട്ട് എന്ത് കൊടുക്കണം എന്നുള്ളത്, അതിന്റെ ഗ്രാവിറ്റി, അതിൽ അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുന്ന തെളിവുകൾ ഒക്കെ അടിസ്ഥാനപ്പെടുത്തി അത് എല്ലാ പ്രതികൾക്കും തുല്യമായി കൊടുത്തിട്ടുണ്ട്. കാരണം ഇവരെല്ലാം കൂട്ടുപ്രതികളാണ്. കൂട്ടബലാത്സംഗം എന്നുള്ളതാണ് പ്രോസിക്യൂഷന്റെ ആരോപണം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട വകുപ്പ് 120B ക്രിമിനൽ കോൺസ്പിറസിയാണ്. അതായത് കൂട്ടബലാത്സംഗം നടത്താൻ വേണ്ടി ഒരു പറ്റം ആളുകൾ ഒരേ ഇന്റൻഷനോടുകൂടെ, ഒരേ മോട്ടീവോടുകൂടെ ഈ പെൺകുട്ടിയെ റേപ്പ് ചെയ്തു എന്നുള്ളതാണ്. അതിന് പരമാവധി കൊടുക്കാവുന്ന ശിക്ഷ 20 വർഷം. ആ 20 വർഷം അതായത് ഏത് കുറ്റത്തിനാണോ ഇവർ കോൺസ്പിറസി നടത്തിയിട്ടുള്ളത്, ഗൂഢാലോചന നടത്തിയിട്ടുള്ളത്, ആ കുറ്റത്തിന് എത്രയാണോ കൊടുക്കാൻ വേണ്ടി പറ്റുന്നത് അതായിരിക്കും ഈ കോൺസ്പിറസിക്കുമുള്ള ശിക്ഷ. ഉദാഹരണം പറഞ്ഞാൽ ദിലീപിനെ പൾസർ സുനിയെ ജീവപര്യന്തം ശിക്ഷിച്ചിരുന്നെങ്കിൽ, ദിലീപിനെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരുന്നെങ്കിൽ പൾസർ സുനിക്ക് എന്ത് ശിക്ഷ കിട്ടുമോ അതേ ശിക്ഷ തന്നെ ഇതിലെ 15ാമത്തെ പ്രതിക്ക് പോലും കിട്ടുമായിരുന്നു ഗൂഢാലോചന തെളിഞ്ഞാൽ. അപ്പം എന്താണോ 1ാം പ്രതിക്ക് കിട്ടുന്നത് അതിന് ഇക്വലന്റ് ആയിട്ടുള്ള ശിക്ഷ തന്നെയായിരിക്കും അടുത്ത പ്രതികൾക്ക്. അപ്പോൾ 120Bക്ക് വീണ്ടും 20 വർഷം കഠിന തടവ് കോടതി വിധിച്ചിട്ടുണ്ട്. 10 വർഷമാണ് പരമാവധി 366 എന്ന് പറയുന്ന വകുപ്പിന് കൊടുക്കാനുള്ളത്, തട്ടിക്കൊണ്ടുപോകൽ, റോങ്ഫുൾ കൺഫൈൻമെന്റ് എന്നുള്ള രീതിയിൽ. അപ്പൊ അതില്
പിന്നെ 42 ഉൾപ്പെടെയുള്ള വകുപ്പ്. അപ്പൊ അതിൽ 10 വർഷം, ഇവിടെ IT ആക്ട് പ്രകാരം 3 വർഷം. അങ്ങനെ നിരവധിയായിട്ടുള്ള ഏകദേശം ഒരു 80-100 വർഷത്തിലേക്ക് എത്തുന്ന ആ, ശിക്ഷകളുണ്ട്. പക്ഷേ നമ്മുടെ രാജ്യത്തെ ഒരു സെറ്റിൽഡ് ലോ ഉണ്ട്. ഇത് കോടതിക്ക് പറയാം സെപ്പറേറ്റ് അനുഭവിക്കണോ, അതായത് കൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ഈ വിധികൾ അതുപോലെ അനുഭവിക്കണോ, അല്ലെങ്കിൽ കൺകറന്റ്ലി അനുഭവിക്കണോ എന്നുള്ളത്. അപ്പൊ കൺകറന്റ്ലി അനുഭവിച്ചാൽ മതി എന്ന് പറയുന്നു. അതിനൊപ്പം പറയുന്നു ഈ പ്രതികൾ ഈ സബ് ജുഡീസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കിടന്നിട്ടുള്ള കാലഘട്ടം അത് ശിക്ഷയായി കണക്കാക്കേണ്ടി വരും എന്നുള്ള ഒരു കാര്യം. കാരണം പരോള് പോലും ഇല്ലാതെയാണ് പലപ്പോഴും സുനിയയ്ക്ക് 7.5 വർഷവും അതുപോലെ തന്നെ മാർട്ടിൻ 5 വർഷത്തിലും മുകളിലും കിടന്നിട്ടുള്ളത്. ഏറ്റവും ഒടുവിൽ പൾസർ സുനിക്ക് ജാമ്യം കൊടുക്കുമ്പോൾ സുപ്രീം കോടതിയുടെ ഒരു ഫൈൻഡിങ്സും ഉണ്ടായിരുന്നു. ഇത്രയും വർഷം ഈ ഒരു ഡിലേ ഈ ട്രയലിന് ഉണ്ടായിട്ടുള്ളത് ഏതെങ്കിലും രീതിയിൽ അംഗീകരിക്കാൻ വേണ്ടി പറ്റില്ല, സോ ഞങ്ങൾ ജാമ്യം കൊടുക്കുന്നു എന്നുള്ളത്. അപ്പം അങ്ങനെ അതാണ് ഈ രാജ്യത്തെ നിയമം. ആ രാജ്യത്തെ നിയമം അതാത് കോടതികൾ, അതാത് ട്രയൽ കോടതികൾ ഇത് കേട്ടിട്ട് വിധി പറഞ്ഞു. ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള വിധി. പിന്നെ ഒരു കാര്യം കൂടെ താങ്കളുടെ ഈ ക്വാണ്ടം ഓഫ് പണിഷ്മെന്റുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം ആയതുകൊണ്ട് അതിന് മറുപടി പറഞ്ഞു പോവാം. അതായത് ഈ ഏറ്റവും പരമാവധി ശിക്ഷ എന്നുള്ള ഒരു കാര്യം പ്രോസിക്യൂഷൻ മുന്നോട്ട് വെക്കുമ്പോഴും ഈ പരമാവധി ശിക്ഷയിന്മേൽ അല്ലെങ്കിൽ എന്താണ് ശിക്ഷ എന്നുള്ളതിന്മേൽ ഒരു വാദം കേൾക്കും. ആ വാദം കേൾക്കലാണ് നമ്മളിപ്പോൾ 12-ാം തീയതി 1.5 മണിക്കൂറോളം കണ്ടിട്ടുള്ളത്. ആ വാദം കേൾക്കലിൽ പ്രതികളെല്ലാം ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങൾ തങ്ങൾക്ക് 40 വയസ്സിൽ കുറവാണ് പ്രായം, അതുപോലെ തന്നെ തങ്ങളെല്ലാം വരുന്ന ഒരു സാമൂഹിക കുടുംബ പശ്ചാത്തലമുണ്ട്, ചില ആളുകൾക്ക് അമ്മ മാത്രമാണ്, കുട്ടികളുണ്ട്, ഭാര്യയുണ്ട്, സാമൂഹിക വിദ്യാഭ്യാസ പശ്ചാത്തലം വ്യത്യസ്തമുണ്ട്. പൾസർ സുനിക്ക് ഒഴികെ ഒരാൾക്കും ക്രിമിനൽ ആന്റിസിഡൻസ് ഇല്ല. ദാറ്റ് ഈസ് വൺ ഓഫ് ദി ഫോർമോസ്റ്റ് കൺസിഡറേഷൻ ഓർ ഗ്രൗണ്ട് ഫോർ ഈ റിലാക്സേഷൻ, അതായത് ഈ ശിക്ഷ കുറയ്ക്കുന്നതിനുള്ളൊരു ആവണം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ സുപ്രീം കോടതി 1980 ബച്ചൻ സിംഗ് കേസിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്, ഒരു പ്രതിക്ക് പരമാവധി ശിക്ഷ അത് എത്ര ഹീനമായിട്ടുള്ള കുറ്റകൃത്യമാവട്ടെ, അതിലൊരു പ്രതിക്ക് പരമാവധി ശിക്ഷ നൽകുന്ന ഘട്ടത്തിൽ നിങ്ങൾ അവർ ചെയ്ത കുറ്റകൃത്യത്തെ മാത്രം കണ്ടാൽ പോരാ, അവരെ കൺവിക്ട് ചെയ്താൽ പോലും അവർക്ക് ശിക്ഷ വിധിക്കുന്ന ഘട്ടത്തിൽ യു ഹാവ് ടു കൺസിഡർ ദി അഗ്രിവേറ്റിംഗ് സർക്കംസ്റ്റാൻസസ്, അഗ്രിവേറ്റിംഗ് ഫാക്ടേഴ്സ് ആസ് വെൽ ആസ് ദി മിറ്റിഗേറ്റിംഗ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് അഗ്രിവേറ്റിംഗ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറയാം, ഈ കേസുമായി ബന്ധപ്പെട്ട് കോടതിയിൽ എത്തിയിട്ടുള്ള മോട്ടീവ്, ഇയാളുടെ ഇന്റൻഷൻ, ഇയാളുടെ മറ്റു തെളിവുകൾ, ഇയാളുടെ പഴയ കാലങ്ങൾ, അങ്ങനെ ആ കാര്യങ്ങളൊക്കെയാണ്, തെളിവുകളൊക്കെയാണ്. അതാണ് ഈ അഗ്രിവേറ്റിംഗ് ഫാക്ടേഴ്സ്. രണ്ടാമത്തത് മിറ്റിഗേറ്റിംഗ് ഫാക്ടേഴ്സ് ആണ്. ഈ മിറ്റിഗേറ്റിംഗ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ശിക്ഷ ലഘൂകരിക്കാൻ വേണ്ടി പറ്റും, അതോ ലഘൂകരിക്കണോ. അതിൽ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ക്വസ്റ്റ്യൻ, ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഇസ് ദർ ഇസ് എനി ചാൻസ് ഫോർ റിഫോർമേഷനുള്ള ഏതെങ്കിലും സാധ്യതയുണ്ടോ, ഇയാളെ റിഫോം ചെയ്യാൻ, ഇയാളെ റീഹാബിലിറ്റേറ്റ് ചെയ്യാൻ, ഇയാൾ ഈ ഒരു ക്രിമിനൽ മൈൻഡിൽ നിന്ന് മാറി ഒരു സാധാ മനുഷ്യനായി പുറത്തു വരാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളതാണ് അവിടെ പ്രധാനപ്പെട്ട ചോദ്യം. സാധ്യതയുണ്ട്, 40 വയസ്സിൽ താഴെയാണ് പ്രായം എന്നുള്ളത്. അപ്പം അതാണ് കൺസിഡറേഷൻ. രണ്ടാമത്തത് അയാളുടെ സാമൂഹിക പശ്ചാത്തലം, മൂന്നാമത്തത് അയാളുടെ വിദ്യാഭ്യാസ പശ്ചാത്തലം, നാലാമത്തത് അയാളുടെ സാമ്പത്തിക പശ്ചാത്തലം, അഞ്ചാമത് അയാളുടെ മാനസിക പശ്ചാത്തലം, ആറാമത് അയാളുടെ കുടുംബ പശ്ചാത്തലം. ഇത്തരത്തിൽ കൃത്യമായ മാർഗനിർദ്ദേശത്തോടു കൂടെയാണ് പരമാവധി ശിക്ഷ വിധിക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഒരു കാര്യം കൂടെ പറയാം, വധശിക്ഷയിൽ മാത്രമാണ് റയറസ്റ്റ് ഓഫ് ദി റയർ, അപൂർവങ്ങളിൽ അപൂർവം എന്നുള്ള ഒരു ഡോക്ട്രൈൻ ആപ്ലിക്കബിൾ ആവുള്ളൂ. അത് ഈ പറയുന്ന 376D 120B 376D വരുന്ന 120B ആപ്ലിക്കബിൾ ആയില്ല. അതായത് ബലാത്സംഗത്തിന് വധശിക്ഷയില്ല. ബലാത്സംഗത്തിന് വധശിക്ഷ കൊടുക്കണമെങ്കിൽ BNS ഏറ്റവും പുതിയ നിയമപ്രകാരം BNS-ലെ 72 ഉപവകുപ്പ് പ്രകാരം 18 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികളെ റേപ്പ് ചെയ്താൽ മാത്രമേ ഈ രീതിയിൽ വധശിക്ഷയുള്ളൂ. അപ്പൊ ഇവിടെ പരമാവധി ശിക്ഷ ജീവപര്യന്തമാണ്. അവിടെ അപൂർവങ്ങളിൽ അപൂർവം എന്നുള്ളൊരു ചോദ്യം ഉദിക്കുന്നേ ഇല്ല. ഇതൊന്നും അറിയാത്ത ആളുകളാണ്, അല്ലെങ്കിൽ അഭിഭാഷകരെന്ന് പറഞ്ഞിരിക്കുന്ന ആളുകൾ പോലും ഇത്തരം അജ്ഞതകൾ സമൂഹത്തിൽ പടർത്തുന്ന വളരെ ദയനീയമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട വിചാരണ കോടതി ആ വിധി പുറപ്പെടുവിച്ചിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു 1700 പേര് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സമാനതകളില്ലാത്ത, നമ്മളൊക്കെ ഒരുപാട് ദിവസേന എന്നോണം ഒരുപാട് വിധികൾ വായിക്കുന്നതാണ്. പക്ഷെ അപ്പം ഈ 1700 പേജ് കാരണ സഹിതം എന്ന് പറയുന്നത് ഐ റിയലി അപ്രീഷിയേറ്റ് ഈ പ്രിസൈഡിംഗ് ജഡ്ജിനെ ശ്രീമതി ഹണിയം വർഗീസ്. അവരൊരു ഇര കൂടിയാണ്.
രണ്ടാമത്തെ അതിജീവിത കൂടിയാണ്. അത്ര കണ്ട് ആക്രമണങ്ങൾ അവർ നേരിട്ടിട്ടുണ്ട്. അതെ, തീർച്ചയായിട്ടും. ഈ ഒരു കേസിൽ വിധി വന്നപ്പോൾ ദിലീപ് കുറ്റക്കാരനല്ല, അല്ലെങ്കിൽ ദിലീപ് കുറ്റവിമുക്തനാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള വിധി വന്ന സമയത്ത് നമുക്കറിയാം ദിലീപിനെ രക്ഷിക്കാൻ വേണ്ടി കേസിന് അട്ടിമറിയുണ്ടായി, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ഹണിയം വർഗീസിനെ സ്വാധീനിച്ചു എന്ന് പറഞ്ഞുകൊണ്ടുള്ള വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു സമയത്ത് സർ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഹണിയം വർഗീസിനെ മറ്റൊരു അതിജീവിതയായി കാണേണ്ട ഒരു സാഹചര്യം വരെ ഉണ്ടായിരുന്നു. പക്ഷെ ദിലീപിനെ എന്തുകൊണ്ടാണ് ദിലീപ് കുറ്റവിമുക്തനായത് എന്നുള്ളത് വലിയൊരു ചോദ്യം തന്നെയാണ്. ഇപ്പോൾ അതിജീവിതയുടെ ഭാഗത്ത് നിന്ന് ഇനി ഉപരികോടതികളിലേക്ക് ഈ ഒരു കേസ് പോകുമ്പോൾ പോലും പലരും ഇന്നും ഉറപ്പിച്ചു പറയുന്നുണ്ട് ദിലീപിനെ ഒരിക്കലും തെറ്റുകാരനായിട്ട് തെളിയിക്കാൻ സാധിക്കില്ല എന്ന്. അതെന്തുകൊണ്ടായിരിക്കാം ഇത്രയും കോൺഫിഡന്റോട് കൂടി പറയാൻ സാധിക്കുന്നത്? ദിലീപ് കുറ്റവിമുക്തനായ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പറയുന്ന 1714 പേജുള്ള ജഡ്ജ്മെന്റ് വായിച്ചു കഴിഞ്ഞാൽ ദിലീപ് കോടതി ദിലീപിനെ കുറ്റവിമുക്തനാക്കി എന്നല്ല നമ്മൾ മനസ്സിലാക്കുക. പ്രോസിക്യൂഷൻ ഇങ്ങനെ ഒരാളെ കഴിഞ്ഞ 9 വർഷമായി വേട്ടയാടി പിടിക്കുകയായിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ കരിയർ, അദ്ദേഹത്തിന്റെ ജീവിതം, അദ്ദേഹത്തിന്റെ പൊതുസമിതി, അദ്ദേഹത്തിന്റെ ക്യാരക്ടർ, അദ്ദേഹത്തിന്റെ കുടുംബം എല്ലാം നശിപ്പിക്കാനുള്ള വലിയൊരു ഗൂഢാലോചന ദിലീപിനെതിരായി 8ാം പ്രതിക്കെതിരായിട്ടുണ്ടായി എന്നുള്ളതാണ് നമ്മൾ ഈ വിധി വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കുന്നത്. അതായത് യഥാർത്ഥത്തിൽ അഡ്വേഴ്സ് എഫക്റ്റ് ആണ്. ദിലീപിനെ വെറുതെ കുറ്റവിമുക്തനാക്കി അദ്ദേഹം സന്തോഷിച്ചു പോകുന്നു എന്നുള്ളതല്ല. ഞാൻ ഇൻഫാക്ട് ഇത് മുഴുവൻ വായിച്ചിട്ടില്ല, എന്നാൽ പോലും ഇതിന്റെ ഓപ്പറേറ്റീവ് പാർട്ടും മറ്റ് കാര്യങ്ങളും ഒക്കെ നോക്കുന്ന ഘട്ടത്തിൽ മലീഷ്യസ് പ്രോസിക്യൂഷന് കോടതിയെ സമീപിക്കാനുള്ള കൃത്യമായിട്ടുള്ള ലൂപ്പ് ഹോൾസ് ഇതിലുണ്ട് എന്ന് മാത്രമല്ല, എക്സ്പ്രസ്ലി ഇതിൽ എഴുതിയിട്ടുണ്ട് ഇതൊരു പ്ലാന്റഡ് വിറ്റ്നസ്സുകളെ കൊണ്ട് അല്ലെങ്കിൽ ഫാബ്രിക്കേറ്റഡ് തെളിവുകളെ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു കേസാണെന്ന്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതിൽ നമ്മൾ നോക്കണം, ഇതിൽ ഒരു ക്രിമിനൽ കേസ് എപ്പോഴാണ് ഇൻ മോഷൻ തുടങ്ങുക എപ്പോഴാണ്? ഒരു FIR രജിസ്റ്റർ ചെയ്യുമ്പോഴാണ് ഒരു ക്രിമിനൽ കേസ് മുന്നോട്ട് പോകുന്നത്. ഒരു കോഗ്നിസിബിൾ ഒഫൻസിനെ കുറിച്ച് ഒരു വിവരം ലഭിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ, പ്രത്യേകിച്ച് ഇത്തരത്തിൽ കൊലപാതകം, ബലാത്സംഗം എന്ന് പറയുന്ന ഒരു അതിഹീനമായിട്ടുള്ള കുറ്റകൃത്യത്തെ കുറിച്ച് വിവരം ലഭിക്കുന്ന സ്റ്റേഷൻ ഹൗസ് ഓഫീസർ നിർബന്ധമായിട്ടും ഇനി ആ അധികാര പരിധിയിലല്ല എങ്കിൽ പോലും 0 FIR രജിസ്റ്റർ ചെയ്യണം എന്നുള്ളതാണ് നിയമം. ലളിതകുമാരി കേസിൽ വളരെ കൃത്യമായിട്ട് എങ്ങനെയാണ് FIR രജിസ്റ്റർ ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നത്. പക്ഷെ ഇവിടെ എന്താ സംഭവിച്ചിട്ടുള്ളത്? ഈ നടി ആക്രമിക്കപ്പെട്ട കേസിൽ അതൊന്നും നിങ്ങൾ അറിയാതെ പോവുകയാണ്. അതൊന്നും ഒരു മാധ്യമങ്ങൾക്കും ചർച്ചയല്ല. അതായത് FIR രജിസ്റ്റർ ചെയ്യാൻ വലിയ കാലതാമസമുണ്ടായി. FIR രജിസ്റ്റർ ചെയ്തത് പോലീസുകാരുടെ വലിയ ഒരു ഗൂഢതന്ത്രത്തിന്റെ ഭാഗമായിട്ട് മാറ്റിയും മറച്ചുമൊക്കെയാണ്. ഇത് പച്ചയ്ക്ക് പ്രോസിക്യൂഷനെ അപമാനിക്കുന്ന രീതിയിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ ഈ ജഡ്ജ്മെന്റിൽ. അതായത് പബ്ലിക് പ്രോസിക്യൂട്ടർ, സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ആണല്ലോ ഈ കേസ് നടത്തുന്നത്. കോടതിയിൽ ഇതിന്റെ ഒരു കാലതാമസത്തെ കുറിച്ച് ചോദിച്ചു. അതായത് 17/2/2017 ഫെബ്രുവരി 17-ാം തീയതി അപകടം ഉണ്ടാകുന്ന സമയത്ത് വൈകുന്നേരം അവിടെ എത്തിയിട്ടുള്ള ആൻഡോ ജോസഫും അതുപോലെ തന്നെ PT തോമസും ഈ പറഞ്ഞിരിക്കുന്ന ലാലും ഉൾപ്പെടെ ചേർന്നുകൊണ്ട് പോലീസിനെയും വിളിക്കുന്നു. ഡെപ്യൂട്ടി കമ്മീഷണർ വരുന്നു. രാധാമണി എന്നാണ് എനിക്ക് തോന്നുന്നു കാക്കനാട് പോലീസ് സ്റ്റേഷനിലെയോ അല്ലെങ്കിൽ മറ്റേ നമ്മുടെ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷൻ, എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല, ആ പോലീസ് സ്റ്റേഷനിലെ CI വരുന്നു. അവിടെ വെച്ചു തന്നെ ഈ പറയുന്ന അതിജീവിതയുടെ മൊഴി രേഖപ്പെടുത്തുന്നു. ഉടൻ തന്നെ സംഭവം നടന്നിട്ടുള്ളത് നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ അത്താണിയിൽ വെച്ചിട്ടുള്ളതാണെന്ന് നടി മൊഴി നൽകുന്നു. ആ അത്താണിയിൽ വെച്ച് നടക്കുന്ന ഘട്ടത്തിൽ ആരാണ് കൃത്യം ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ഹണീബി എന്ന് പറയുന്ന സിനിമയുടെ ലൊക്കേഷനിൽ ഗോവയിൽ എന്റെ ഡ്രൈവറായിരുന്ന ആളാണെന്ന് പറയുന്നു. കൂടെ ഉണ്ടായിരുന്നത് മാർട്ടിനാണ്. മാർട്ടിൻ ആ ക്രൈം സീനിൽ അല്ലെങ്കിൽ ആ ഒരു സമയത്ത് അവിടെയുണ്ട്. തിരിച്ചു വിളിച്ചുകൊണ്ട് മാർട്ടിന് ഡ്രൈവറെ 2ാം പ്രതിയെ പിടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ കൃത്യമായിട്ടുള്ള മൊഴി, ആരാണ് പ്രതി എന്നുള്ള ഇരയുടെ മൊഴി, ഇതെല്ലാം കിട്ടിയതിനു ശേഷവും തൊട്ടടുത്ത ദിവസം 18-ാം തീയതി 12:45 ഈ കേസ് രജിസ്റ്റർ ചെയ്യുന്നത് നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷനിൽ. അതിനും രസകരമായിട്ടുള്ള മറ്റൊരു വസ്തുത, അങ്ങനെ തന്നെയാണ് കോടതി വിധിയിലും പറയുന്നത്. രസകരം, വണ്ടർ എന്നൊക്കെയാണ് കോടതി പറയുന്നത്. അതായത് വസ്തുത, രാവിലെ ഈ പെൺകുട്ടിയുടെ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ഈ പെൺകുട്ടിയുടെ മെഡിക്കൽ അറ്റൻഡൻസ് ഉണ്ടാവണം, മെഡിക്കൽ ചെക്കപ്പ് നടത്തണം, മറ്റ് എക്സാമിനേഷനുകൾക്കുള്ള മറ്റ് സാമ്പിൾസ് ഒക്കെ കളക്ട് ചെയ്യണം. അങ്ങനെ ഈ കുട്ടിയെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി അവിടെ ഡോക്ടർ എക്സാമിൻ ചെയ്തു. രാവിലെ ഏകദേശം 6-6:30 എക്സാമിൻ ചെയ്തു ഡോക്ടർ. PW 110 അദ്ദേഹം സാക്ഷിയാണ്. അപ്പൊ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള അദ്ദേഹത്തിന്റെ മെഡിക്കൽ റെക്കോർഡ്സിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്
നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള 257/2017 എന്ന് പറഞ്ഞ കേസിലാണ്, FIR നമ്പറിലാണ് ഈ പെൺകുട്ടിയുടെ മെഡിക്കൽ എക്സാമിനേഷൻ നടത്തുന്നത്. മെഡിക്കൽ രേഖയിൽ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അവിടെയാണ് കോടതി കൊണ്ടടിച്ചത്. കാര്യം രേഖ പ്രകാരം, മൊഴി പ്രകാരം FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്, തെളിവ് പ്രകാരം FIR പ്രകാരം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അന്ന് ഉച്ചയ്ക്ക് 12:45 പക്ഷേ ഈ FIR രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് ഈ 257/2017 FIR നമ്പർ എന്ന് ആർക്ക് മനസ്സിലാവുന്നു? രാവിലെ ഈ ഇരയെ പരിശോധിച്ച, അതിജീവിതയെ പരിശോധിച്ച ഡോക്ടർക്ക് മനസ്സിലാവുന്നു. ഇതെങ്ങനെയാ മാജിക് ആണോ? ഇതെങ്ങനെ മാജിക് ആണോ? അപ്പൊ കോടതി വീണ്ടും പബ്ലിക് പ്രോസിക്യൂട്ടർ ചോദിച്ചു ഇതെങ്ങനെ സംഭവിച്ചു? അപ്പോ കാക്കനാട് പിന്നെ CI പറയാണ്, ഈ മൊഴിയെടുക്കാൻ പോയ അന്ന് രാത്രി തന്നെ മൊഴിയെടുക്കാൻ പോയ CI പറയാണ്, ആ സമയത്ത് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള FIS, ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റ്, ഇരയുടെ സ്റ്റേറ്റ്മെന്റ് തങ്ങൾ നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷനെ അറിയിച്ചിരുന്നു. അപ്പോൾ നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷനെ അറിയിച്ചപ്പോൾ അങ്ങനെ ഒരു ക്രൈം, ഗുരുതരമായ ക്രൈം നടന്നു എന്ന് കണ്ടപ്പോൾ ഞങ്ങൾ ഒരു നമ്പർ റിസർവ് ചെയ്ത് വെക്കുകയായിരുന്നു എന്നാണ് നെടുമ്പാശ്ശേരി പോലീസിന്റെ ഇതായിട്ട് പ്രോസിക്യൂഷൻ കോടതിയിൽ പറഞ്ഞ വിശദീകരണം. അതിൽ കോടതി പറഞ്ഞ മറുപടി അറിയോ? കോടതി പറഞ്ഞ മറുപടി, RTO ഓഫീസിൽ വാഹനങ്ങൾ, കാറും ബൈക്കും ഒക്കെ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ നമ്മൾ ഫാൻസി നമ്പർ കിട്ടാൻ വേണ്ടിയിട്ടൊരു റിസർവേഷൻ ഉണ്ട്. എനിക്ക് ഇന്ന നമ്പർ വേണം, അപ്പൊ അത് ലേലത്തിൽ വെക്കും പിന്നീട് എന്ന് പറഞ്ഞതുപോലെ ഇത് RTO ഓഫീസിൽ പിന്നെ വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ലേലത്തിൽ വെക്കുന്ന ഇടപാടല്ല. നിങ്ങൾ ഒരു കുറ്റകൃത്യത്തെ കുറിച്ച് അറിവ് കിട്ടിക്കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി അത് കേസ് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ ഉത്തരവാദിത്വം. വളരെ കൃത്യമായിട്ട് എപ്പോഴാണ് ഇത് കിട്ടിയതെന്നും എപ്പോഴാണ് FIS എടുത്തതെന്നുള്ളതിൻ്റെ ഒരു രേഖകളും നിങ്ങളുടെ കയ്യിലില്ല. നിങ്ങൾ കള്ളം പറയുകയാണ്. നിങ്ങൾ ഈ പറയുന്ന എല്ലാ മൊഴികളും നിങ്ങളുടെ വ്യാജമായിട്ടുള്ളതാണ് എന്നാണ് ആദ്യത്തെ കോടതിയുടെ കണ്ടെത്തൽ. എന്താ അത് അപമാനിച്ചുകൊണ്ട്, പരിഹസിച്ചുകൊണ്ട്, ഇത് RTO ഓഫീസ് അല്ല എന്ന് പറഞ്ഞുകൊണ്ട്. പിന്നെ ഈ കേസ് എവിടെ എത്തും? അപ്പൊ അവിടെ തുടങ്ങുന്നു, FIR രജിസ്റ്റർ ചെയ്യലിൽ നിന്ന് തുടങ്ങുന്നു ഈ കേസിലെ ഗൂഢാലോചന. അതിഗുരുതരമായി, അതിമൃഗീയമായിട്ട് ഈ പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ളത് വിത്തൗട്ട് എനി റീസണബിൾ ഡൗട്ട് കോടതിക്ക് മനസ്സിലായിട്ടുണ്ട്. 1 to 6 1 മുതൽ 6 വരെയുള്ള പ്രതികൾ ഈ കൃത്യം ചെയ്തിട്ടുണ്ട്. അതിന് മെഡിക്കൽ എവിഡൻസുകളുണ്ട്, ഫോറൻസിക് സയൻസ് ലബോറട്ടറിയുടെ കൃത്യമായിട്ടുള്ള രേഖകളുണ്ട്, മറ്റ് മെറ്റീരിയൽ എവിഡൻസുകളുണ്ട്. ഈ പറഞ്ഞ പോലെ പൾസർ സുനിയുടെയും ഈ പെൺകുട്ടിയുടെയും എല്ലാവിധ സ്രവങ്ങളും മുടി വരെ, ഈ സ്കാൽപ്പിലെ മുടി വരെ കണക്ട് ചെയ്തുകൊണ്ട് DNA പരിശോധനകൾ നടന്നു. ഇതെല്ലാം കൃത്യമായിട്ട് DNA മാച്ചിങ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ശാസ്ത്രീയമായിട്ടുള്ള എല്ലാ രേഖകളും ഈ പറയുന്ന പ്രതിക്കെതിരാണ്. പൾസർ സുനിയുടേതാണ്. അതിനെ ആ കാറിന്റെ അടിയിലെ മാറ്റിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഈ ശ്രവങ്ങളായാലും സെമനായാലും മുടിയായാലും ടവലായാലും കംപ്ലീറ്റ് അതിലേതെങ്കിലും തരത്തിൽ ഏതെങ്കിലും പ്രതികളുടെ അഭിഭാഷകർ കോടതിയിൽ ഇതിനെ ചലഞ്ച് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ദിലീപിന്റെ അഭിഭാഷകൻ രാമൻപിള്ള സാർ അല്ലാതെ മറ്റൊരാളും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചലഞ്ചും ഈ മെഡിക്കൽ എവിഡൻസുമായി ബന്ധപ്പെട്ടിട്ടോ മറ്റോ, അതായത് ഈ വാഹനം പോയി, ടെമ്പോ ട്രാവലർ ഉണ്ടായിരുന്നു, XUV വാഹനത്തിലായിരുന്നു ഇവർ സഞ്ചരിച്ചിരുന്നത്, ഇന്ന സമയത്താണ് അഡ്ലക്സ് ഹോസ്പിറ്റലിന്റെ മുമ്പിലുണ്ടായിരുന്നു, അവിടെ നിന്ന് വാഹനം ഒരു ഫേക്ക് അപകടമുണ്ടാക്കി അവർ പുറത്തു വന്നു. പിന്നീട് വാഹനം 2-2.5 മണിക്കൂർ വെണ്ണലയുടെയും കാക്കനാട് പോകുന്ന വഴിക്കും ഈ ഹൈവേയിലൂടെയൊക്കെ ഓടിച്ചു പോയിട്ടുണ്ട്. അതിനിടയ്ക്ക് ഈ പറയുന്ന മണികണ്ഠനും വിജീഷും ഇവരൊക്കെ വാഹനത്തിൽ കയറിയിട്ടുണ്ട്. ഒരു ഫോഴ്സ് ഉണ്ടായിട്ടുണ്ട്. ആ സമയത്ത് ഈ പറയുന്ന അതിജീവിത ഇട്ട പിന്നെ കറുത്ത ടീഷർട്ടും അതിലെ വെള്ള പിന്നെ എഴുത്തുകളും അതുപോലെ തന്നെ ആ പാൻറ്റും അങ്ങനെ തുടങ്ങി പൾസറിന്റെ മുഴുവൻ ഡ്രസ്സുകളും ഇന്നർ വെയർ ഉൾപ്പെടെ ഇവരുടെ എല്ലാവരുടെയും കാര്യങ്ങൾ ഇതിൽ അയച്ചു. എല്ലാം തെളിവോടുകൂടെ വന്നു. എല്ലാം ഇത് മാച്ചിങ് ആണ്. ഏതെങ്കിലും തരത്തിലുള്ള ഡിസ്പ്യൂട്ട് ഇല്ല, ഏതെങ്കിലും തരത്തിലുള്ള ചലഞ്ച് പ്രതികൾക്കുമില്ല ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട്. അങ്ങനെയാണ് 17/2/2017 നടന്ന ഈ സംഭവത്തിൽ 18/4/2017 കൃത്യം 2 മാസത്തിന് ശേഷം അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിൽ ഇതിന്റെ കുറ്റപത്രം കൊടുക്കുന്നത്. കുറ്റപത്രം കൊടുത്ത് ഈ ഗൂഢാലോചന വിചാരണ നടത്തി ഇപ്പൊ പറഞ്ഞതുപോലെ ഈ പ്രതികൾക്ക് പരമാവധി ശിക്ഷ മേടിച്ചു കൊടുക്കേണ്ട ഒരു കേസ് മാത്രമാണ്. അങ്ങനെ ആയിരുന്നെങ്കിൽ 2019 ഈ കേസിന്റെ വിധി വന്നേനെ. പൾസർ സുനിക്ക് ഉൾപ്പെടെ 25-30 ജീവപര്യന്തമോ വരെ കേസ്. അന്ന് എന്താ സംഭവിച്ചത്? 2018 4 മാസം
ഈ കേസിന്റെ കുറ്റപത്രം അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിൽ കൊടുത്തപ്പോൾ ഒരു ഡൗട്ട് ഉദ്യോഗസ്ഥന് വന്നു എന്നാണ് പറയുന്നത്. എന്താണ് ഡൗട്ട്? അതായത് പൾസർ സുനി ഇത് ഈ നഗ്നദൃശ്യങ്ങൾ പകർത്താൻ വേണ്ടി ഉപയോഗിച്ച മൊബൈൽ ഫോൺ നേരത്തെ സാംസങ് എന്നും നോക്കിയ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മറ്റ് ഞാൻ കമ്പനി കൃത്യമായിട്ട് ഓർക്കുന്നില്ല, മോട്ടറോളയോ അങ്ങനെ ഒരു കമ്പനിയാണ് അത്, അങ്ങനെ ആ ഒരു കമ്പനിയുടേതാണെന്ന് പറയുന്നു. അപ്പം അതിൽ കൃത്യമായിട്ടുള്ള അന്വേഷണം വേണം എന്ന് പറഞ്ഞുകൊണ്ട് അതുമായി അന്വേഷണത്തിന് പോകുന്നു. അങ്ങനെ ഈ പറയുന്ന ഒരു സബ് ഇൻസ്പെക്ടർക്കോ മറ്റോ ആണ്, ഏറ്റവും കീഴ് ഉദ്യോഗസ്ഥനാണ് ചുമതല കൊടുത്തിരിക്കുന്നത്. എനിക്ക് മനസ്സിലായിട്ടില്ല, രാമൻപിള്ള സാറ് അത് വളരെ കണ്ടക്ട് ചെയ്തിരിക്കുന്ന ചലഞ്ച് ചെയ്തിരിക്കുന്ന മാറ്ററാണ്. അങ്ങനെ പൾസറിനെ ജയിലിൽ പോയി ഇദ്ദേഹം ചോദ്യം ചെയ്യുകയാണ്, ഇന്ററോഗേറ്റ് ചെയ്യുകയാണ്. കക്കനാട് ജയിലിൽ പോയിട്ട് ഇന്ററോഗേറ്റ് ചെയ്യുന്നു. അതിൽ നിന്ന് കുറെ ലീഡ് കിട്ടിയെന്ന് പറയുന്നു. വിപിൻ ലാലും വിഷ്ണുവും ഒക്കെ ചേർന്നുകൊണ്ട് കുറെ ലീഡ് കിട്ടിയെന്ന് പറയുന്നു. അവിടുന്ന് ഒരു കത്ത് പിന്നീട് പുറത്തു വരികയാണ്. അപ്പൊ അവിടെ തുടങ്ങിയാണ് യഥാർത്ഥ ക്രൈം മാറ്റിവെച്ചുകൊണ്ട് മറ്റൊരാളെ കൃത്യമായി പ്ലേസ് ചെയ്യാൻ വേണ്ടി ഒരു സ്പേസ് ഉണ്ടാക്കിയത് അവിടെ തുടങ്ങിയാണ്. പിന്നീടാണ് ഇതിന്റെ അന്വേഷണം ബൈജു പൗലോസ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ ഏറ്റെടുക്കുന്നത്. ഇതിന്റെ മുഴുവൻ നാടകീയതകളും ആരംഭിക്കുന്നത് ഈ ബൈജു പൗലോസ് ഈ കേസ് അന്വേഷണം ഏറ്റെടുത്തതിന് ശേഷമാണ്. ഈ കേസ് അന്വേഷണം ഏറ്റെടുത്തതിന് ശേഷം കത്തുമായി ബന്ധപ്പെട്ട് ഫോൺ വിളികൾ ഉണ്ടാകുന്നു, അനധികൃതമായി കടത്തിയ ഫോണിൽ നിന്ന് ഫോൺ വിളികൾ ഉണ്ടാകുന്നു, ജയിലിലെ ഈ പറഞ്ഞിരിക്കുന്ന ഫോണിലൂടെ വിളിക്കുന്ന ഫോൺ വിളികൾ ഉണ്ടാകുന്നു. 181 PW പ്രോസിക്യൂഷൻ വിറ്റ്നസ് നാദിഷയെ ഫോൺ വിളിക്കുന്നു, വിഷ്ണുവിനെ കാണുന്നു, സംസാരിക്കുന്നു, ഫോൺ വിളിക്കുന്നു. ഈ ഘട്ടത്തിലൊക്കെ ദിലീപുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോൺസ്പിറസി ഉണ്ട് എന്ന് പൾസർ സുനി ഉൾപ്പെടെയുള്ള ആളുകൾ വെളിപ്പെടുത്തുന്നു. ഈ വെളിപ്പെടുത്തൽ അന്വേഷിക്കാൻ തുടരന്വേഷണം ആവശ്യമുണ്ട് എന്ന് കോടതിയിൽ പറയുകയാണ്. അവിടെ നിന്നാണ് മനസ്സിലാക്കേണ്ടത് ഈ ദിലീപിനെതിരെയുള്ള ഗൂഢാലോചന തുടങ്ങുന്നതും അതിജീവിതക്കെതിരെയുള്ള ഇൻജസ്റ്റിസ്, അനീതി തുടങ്ങുന്നതും. കാരണം ആ 2019 1.5 വർഷം കൊണ്ട്, അല്ലെങ്കിൽ കൂടി വന്നു കഴിഞ്ഞാൽ ആകെ 164 സാക്ഷികൾ മാത്രമേ ആദ്യത്തെ കുറ്റപത്രത്തിൽ ഉണ്ടായിട്ടുള്ളൂ. ആ 164 സാക്ഷികളെയും വെച്ചുകൊണ്ട് വിചാരണ നടത്തിയിരുന്നെങ്കിൽ ഏകദേശം 2019 മാർച്ചിൽ തന്നെ ഇതിന്റെ വിധി പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ട്രയൽ മാത്രമേ അവിടെ ഉണ്ടാവുകയുള്ളൂ. കൃത്യമായിട്ടുള്ള തെളിവുകൾ അന്നും ഇന്നും ഇതേ തെളിവുകൾ തന്നെയാണല്ലോ അന്നും ഉള്ളത്. അപ്പം ആ തെളിവിന്റെ അടിസ്ഥാനത്തിൽ ഇവരെ അതിനേക്കാൾ നല്ല രീതിയിൽ ശിക്ഷിക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ അതിജീവിതക്കെതിരെ കൂടെയായിരുന്നു ദിലീപിന്റെ വേട്ടയ്ക്ക് വേണ്ടി ഇറങ്ങിയിട്ടുള്ള വേട്ടമൃഗങ്ങൾ നടത്തിയിട്ടുള്ള ഗൂഢാലോചന, പ്രോസിക്യൂഷന്റെ ഗൂഢാലോചന എന്ന് ഒരു സംശയവുമില്ലാതെ ഈ വിധിന്യായം വായിക്കുന്ന ഏതൊരു മനുഷ്യനും മനസ്സിലാവുന്ന കാര്യമാണ്.